അയോധ്യയിലെ ഭവ്യരാമക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ച കോൺഗ്രസിന് ഇന്ന് ഹിന്ദു വിശ്വാസങ്ങളോട് പുച്ഛമാണ്. അവരുടെ ചിഹ്നമായ കൈപ്പത്തി പോലും ഒരു ക്ഷേത്രത്തിന്റെ സ്വാധീനത്തിലാണ് ഉണ്ടായത് എന്ന് ഇന്നത്തെ കപട മതേതര കോൺഗ്രസുകാർക്ക് അറിയണമെന്നില്ല. പാലക്കാട് ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് ഇന്ദിരാഗാന്ധിയെ കൈപ്പത്തി അടയാളമായി സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ അയോധ്യ അവർക്ക് നിഷിദ്ധമാണ്. അയോധ്യ രാമജന്മഭൂമി കേസ് സുപ്രീം കോടതിയിൽ നടക്കുമ്പോൾ ശ്രീരാമൻ ജീവിച്ചിരുന്നിട്ടില്ലെന്നും രാമസേതു ഒരു വിശ്വാസം മാത്രമാണെന്നും വാദിക്കാൻ അവർ അഭിഭാഷകരുടെ ഒരു സൈന്യത്തെ തന്നെ ഉണ്ടാക്കി. കോടികൾ കൈപ്പറ്റി വഖഫ് ബോർഡിന്റെ ഇല്ലാത്ത വക്കാലത്തുമായി കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ചെന്ന് കേസിന്റെ വിധി പറയുന്നത് നീട്ടിവെക്കണമെന്ന് പോലും പറഞ്ഞു. എന്നാൽ കലിയുഗത്തിലെ തന്റെ വനവാസം അവസാനിപ്പിക്കാൻ ശ്രീരാമചന്ദ്ര പ്രഭു തീരുമാനിച്ചപ്പോൾ ധർമ്മപക്ഷത്തു നിലയുറപ്പിച്ച് അയോധ്യയ്ക്കായി പോരാടാൻ കേശവ പരാശരൻ എന്ന അതികായന്റെ നേതൃത്വത്തിൽ 41 അഭിഭാഷകരുടെ ഒരു സേന രൂപം കൊണ്ടു. ശ്രീരാമന്റെ വക്കീലെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അദ്ദേഹം അയോധ്യയ്ക്കായി വാദിക്കാൻ കോടതിയിലെത്തുമ്പോൾ തന്റെ ചെരുപ്പ് പുറത്തഴിച്ചു വെച്ചിരുന്നു. അദ്ദേഹത്തെ പോലുള്ളവരുടെ ആത്മസമർപ്പണത്തിന്റെ ഫലമാണ് ഇന്ന് അയോധ്യയിൽ ഒരു മഹാക്ഷേത്രമായി ഉയർന്നു വന്നിരിക്കുന്നത്. തന്റെ 92-ാം വയസ്സിൽ അയോധ്യയുടെ ഭൂമിപൂജ കണ്ട് മനം നിറഞ്ഞ് ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖത്ത് അളവറ്റ കൃതാർത്ഥത പ്രകടമാണ്. രാമകാര്യം സാധിച്ചു മടങ്ങിയെത്തിയ ആഞ്ജനേയനെ പോലെ തന്റെ ജീവിതം സഫലമായതിന്റെ കൃതാർത്ഥതയാണത്. ശതാബ്ദങ്ങൾ നീണ്ട പോരാട്ടത്തിൽ ഒപ്പം നിന്നവരെ നമുക്ക് സ്മരിക്കാം, എതിർപക്ഷത്തു ചേർന്നവരെ നമുക്ക് മറക്കാതിരിക്കാം.